നമ്പറാണല്ലോ. എല്ലാവർക്കും നമസ്കാരം. അലിസ ബേബി ഇവിടെ. അലിസ ബേബി ഞങ്ങൾ ഇന്ന് അലിസ ബേബിനെ മുട്ടടിക്കാൻ വേണ്ടി ഞങ്ങൾ വേളാങ്കണ്ണിക്ക് പോകുന്ന പരിപാടിയാണ്. ഞങ്ങൾ അലിസ ബേബിനെ മുട്ടടിക്കാനുള്ള വേളാങ്കണ്ണി യാത്രയുടെ വീഡിയോ ആണ് ഇന്നത്തെ. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ വേളാങ്കണ്ണി യാത്ര തൃശ്ശൂരിൽ നിന്ന് ട്രെയിനിലാണ്. നാഗപട്ടണം വരെയാണ് ട്രെയിൻ പോകുന്നത്. അവിടുന്ന് പിന്നെ ട്രെയിനോ ബസ്സോ പിടിച്ചിട്ട് വേണം വേളാങ്കണ്ണിക്ക് പോകാൻ. അപ്പോൾ ഇനി രാത്രി വേറെ കാഴ്ചകളൊന്നുമില്ല, നേരം വെളുത്തിട്ട് കാണാം. അങ്ങനെ സുഖമായിട്ടൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് നേരം വെളുത്തു. യാത്ര ഏകദേശം അവസാനിക്കാറായിട്ടുണ്ട്. നാഗപട്ടണം എത്താറായിട്ടുണ്ട്. ട്രെയിനിലുള്ള പകലുള്ള യാത്ര, ഈ കാഴ്ചകൾ കണ്ടിട്ടുള്ള യാത്ര അടിപൊളിയാണ്. എനിക്ക് എപ്പോഴും ട്രെയിൻ യാത്രകൾ എപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്. പല പല കാഴ്ചകൾ, പല പല സംസ്കാരങ്ങളെല്ലാം നമ്മൾ ഈ യാത്രയിൽ ഇങ്ങനെ കാണാൻ പറ്റും. ആ കാഴ്ചകൾ ശരിക്കും ആസ്വദിച്ചിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അലിസിയും എല്ലാവരും ഉറക്കത്തിലാണ്, അവർ എണീറ്റിട്ടില്ല. ഞാൻ കുറച്ച് നേരത്തെ എണീറ്റ് ഈ കാഴ്ചകളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നേരെ ഇനി നമ്മൾ നാഗപട്ടണം എത്തിയതിന് ശേഷം ഞങ്ങൾ വേളാങ്കണ്ണിക്ക് വരുമ്പോൾ നേരത്തെ കൂട്ടി റൂമൊന്നും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ വന്നതിന് ശേഷം നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നിന്നത്. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ തന്നെ പരിചയപ്പെട്ട ഒരു പയ്യനാണ്. അവൻ നമുക്കൊരു ഹോട്ടലിൽ സജസ്റ്റ് ചെയ്തു. AC റൂം 3600 രൂപയാണ് പറഞ്ഞത്. അപ്പോൾ നാഗപട്ടണത്തിൽ നിന്ന് വേളാങ്കണ്ണി ഹോട്ടൽ വരെ നമുക്ക് അവരുടെ ബസ് സർവീസ്, ഒരു ടെമ്പോ സർവീസ്, ഫ്രീ ആയിട്ട് സർവീസ് ഉണ്ട്. അവർ നമ്മൾ കൊണ്ടുപോയി ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഈ വണ്ടിയിലാണ് ഇരിക്കുന്നത്, നേരെ ഹോട്ടൽ റൂമിലേക്ക്. യാത്രയുടെ ക്ഷീണമൊക്കെ ഒന്ന് ഉറങ്ങി തീർത്തതിന് ശേഷം ഞങ്ങൾ നേരെ പള്ളിയിലേക്ക് ഇറങ്ങി. ഈവനിങ് വെയിലൊക്കെ ഒന്ന് ആറിയതിനു ശേഷം ഇറങ്ങാമെന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. മെയിനായിട്ട് നമ്മളുടെ വേളാങ്കണ്ണി വന്നിട്ടുള്ളത് അലിസ ബേബിയുടെ മുടി മുട്ടടിക്കാനാണ്. അപ്പോൾ അലിസ ബേബിയുടെ മുടി മുട്ടടിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ ഇന്ന് വൈകിട്ട് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ നേരെ നമുക്കിനി വേളാങ്കണ്ണി പള്ളിയിലത്തെ കുറച്ച് കാഴ്ചകളിലേക്ക് പോകാം. അങ്ങനെ നമ്മൾ അലിസ ബേബിനെ മൊട്ടടിക്കാൻ വേണ്ടി, ഇതുപോലെ മൊട്ടടിക്കാൻ വേണ്ടി നമ്മൾ പോവുകയാണ്. അലിസ ബേബി ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ അലുസു ഇവിടെ മൊട്ടടിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. എത്ര നേരം അവളിങ്ങനെ ഇരുന്ന് തരുമെന്ന് അറിയില്ല. പക്ഷേ ആ ചേട്ടൻ വളരെ നൈസായിട്ട് അവളെ ട്രീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അവർ കുറേ നാളുകളായിട്ട് ഇങ്ങനെ ഈ പരിപാടിയാണല്ലോ, കൊച്ചു പിള്ളേരൊക്കെ മൊട്ടയടിച്ച് ശീലിച്ചുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് അവൾ പയ്യെ അലിസ എല്ലാം ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പയ്യെ അലിസ ബേബിയുടെ മൊട്ടയടിക്കുന്ന കുറച്ച് കാഴ്ചകൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടമല്ല. പിന്നെ എന്തായാലും നമ്മൾ നേർന്നതാണ്. പിന്നെ അതുപോലെ ഇതുവരെ ഇതുവരെ മൊട്ടടിച്ചില്ല. അപ്പോൾ ഇത്തവണ അലിസ ബേബിയുടെ കൂടെ ഞാനും മൊട്ടടിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമുക്ക് നേരെ ഇനി അലിസ ബേബിയുടെ മൊട്ടടിക്കുന്ന കുറച്ച് സീനുകൾ നമുക്ക് കാണാം. അടുത്തത് എൻ്റെ ഊഴമാണ്. ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് മുട്ടടിക്കുന്നത്. പിന്നെ അത് വേളാങ്കണ്ണിയിൽ തന്നെ ആയിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. അപ്പോൾ ഇനി എൻ്റെ ചെറിയ മുട്ടടിക്കുന്ന കാഴ്ചകളാണ് അടുത്തത്.
ബാഹുബലിയുടെ കട്ടപ്പയുണ്ട്. ബാഹുബലിയുടെ കട്ടപ്പ മുട്ടകൾ. നിങ്ങൾ 2 മുട്ടകളാട്ടാ. നിങ്ങൾ 2 മുട്ടകളാട്ടാ. നോക്കി പപ്പി മുട്ട, അലിസു മുട്ട, 2 മുട്ടകളാട്ടാ. വേളാങ്കണ്ണി വന്ന് മുട്ടടിക്കുന്നവരെ ശരിക്കും പറഞ്ഞ് ചൂഷണം ചെയ്യുന്ന കുറച്ച് ടീമുകളാണ് ഈ കളവൻ ചാർത്തുന്ന ടീമുകൾ. നമുക്കൊരു ബക്കറ്റ് തന്നു വിട്ടിട്ട് പള്ളി വക സ്റ്റാളെന്നും പറഞ്ഞ് നമ്മളങ്ങോട്ട് കൊണ്ടുപോയിട്ട് 3 ആൾ രൂപ നമ്മുടെ പേരൊക്കെ എഴുതി വെച്ചിട്ട് 550 രൂപ മേടിക്കുന്നൊരു പരിപാടി. മൊത്തത്തിൽ മുട്ടടിക്കുക എന്നുള്ള നമ്മുടെ ഒരു നേർച്ച അവർ ശരിക്കും പറഞ്ഞ ബിസിനസ്സായിട്ട് കാണുന്ന രീതിയാണ് അത്. ഇനി അടുത്ത പ്രാവശ്യം ആരെങ്കിലൊക്കെ വേളാങ്കണ്ണി വന്ന് മുട്ടടിക്കുമ്പോൾ ജസ്റ്റ് പോയി മുട്ടടിച്ച് അവസാനിപ്പിച്ച് വിട്ടു പോയാൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഇവന്മാരുടെ കയ്യിൽ പെട്ട് കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ അവർ നമ്മളെ ഊറ്റും. അങ്ങനെ നമ്മൾ വേളാങ്കണ്ണി ബീച്ചിൽ വന്നു. ബീച്ചിൽ എവിടെ നമ്മൾ നിൽക്കണേ? ബീച്ചിലെവിടെ നമ്മൾ നിൽക്കണേ? ആരുടെ അതാ അതിൽ കയറി കഴിഞ്ഞ് വീഴില്ലേ? പപ്പ സൈഡിലേക്ക് ആക്കി തരാം വേണമെങ്കിൽ. നോക്കട്ടെ, പപ്പ ചോദിക്കട്ടെ അവരോട്. ആ വലിയ പിള്ളേർക്കാ എങ്ങനെ ഇവിടെ നിൽക്കുക? നീ ഇവിടെ നിന്നോ സൈഡില്? വലിയ പിള്ളേർക്കാ. കണ്ടാ നിനക്കല്ലത്. നീ നിന്നാലേ കേട്ടാ ചേച്ചിമാര് തന്നെ പേടിച്ചാണ്. കണ്ടാ അങ്ങനെ മുടി മുട്ടടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നിങ്ങൾ നേരെ വേളാങ്കണ്ണിയിലെ കടൽ കാഴ്ചകളിലേക്ക് വന്നിരിക്കുകയാണ്. രാത്രി ഇവിടെ ഭയങ്കര ബിസിയാണ്. ഫുഡുണ്ട്, അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള കുറേ ഫൺ പരിപാടികളുണ്ട്, അതുപോലെ 3D ഷോ ഉണ്ട്. നമ്മൾ അമ്മച്ചിനെ അതിൻ്റെ ഉള്ളിൽ കയറ്റിയത് അമ്മച്ചി 3D ഷോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം അമ്മച്ചിക്ക് ഇത് എന്താ സംഭവം അറിയാത്ത കാരണം അമ്മച്ചിനെ പതുക്കെ കൊണ്ട് കയറ്റിയിരിക്കുകയാണ് ഇവിടെ. അങ്ങനെ രാത്രിയിലത്തെ കാഴ്ചകളും കാര്യങ്ങളും കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ച് ഇനി പള്ളിയിലേക്ക് തന്നെ പോകണം. പള്ളിയിലേക്ക് പോയിട്ട് അവിടെ നിന്ന് നേരെ റൂമിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. ബീച്ചിലും പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും പള്ളിയുടെ അവിടേക്ക് തിരിച്ച് വന്നിരിക്കുകയാണ്. പിടിച്ച അവിടെ താഴെ പിടിക്കട്ടാ. മുകളിൽ പിടിക്കല്ലേ അമ്മ? വെച്ചോ. തമ്പാച്ചാ സുതി കൊടുത്തു. മുകളിൽ തമ്പാച്ചാ വിളിച്ചു. സുതി കൊടുത്തു. സുതി കൊടുത്തോനെ. തമ്പാച്ച വിളിച്ചു. എൻ്റെ ഭാര്യ എൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയിട്ടാണോടി? അത് നിന്റെ പാപങ്ങൾക്ക് വേണ്ടിയിട്ടാ. ഫിലു ഇതേ ഇവിടെ നടക്കണ്. ഫിലുവിൻ്റെ മമ്മി ഇതേ അങ്ങ് അറ്റത്തേക്ക് എത്തിയിട്ടാ. ഞാനിതൊരു തവണ ആദ്യത്തവണ വേളാങ്കണ്ണി വന്നപ്പോൾ ചെയ്തതാണ്. മുട്ടൊക്കെ പൊട്ടി പഴുത്ത് പരിവായിരുന്നു. ഇന്നലെ രാത്രിയിലെ പിലാരയുടെ മുത്തിലഴയിൽ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെല്ലാം ഭയങ്കര ടയർഡായിപ്പോയി. വന്ന് നേരെ പോയി കിടന്നുറങ്ങി. ഇനി ഇന്ന് രാവിലെ 9 മണിക്ക് മലയാളം മാസമുണ്ട്, അതിന് വന്നിരിക്കുകയാണ്. മലയാളം മാസം കഴിഞ്ഞ് ഇവിടെ ഈ പള്ളിയിലൂടെ നിന്ന് കയറിയതിന് ശേഷം 4 മണിക്ക് നമ്മളിവിടുന്ന് ട്രെയിനിലാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ട്രെയിനിൽ തന്നെ തിരിച്ചു പോകും. 4 മണിക്ക് ചെക്കൗട്ട് ചെയ്തിട്ട് പോകാനുള്ള പരിപാടിയാണ്. ഞങ്ങൾ താമസിച്ച ഹോട്ടലാണ് ഈ കാണുന്ന ഹോട്ടൽ. ഇതാണ് പള്ളിയോട് ചേർന്ന് നിൽക്കുന്ന ഹോട്ടലിലാണ് താമസിച്ചത്. നല്ല സ്റ്റേ ആയിരുന്നു, അടിപൊളി. ഈ കാണുന്ന കണ്ടില്ലേ, ഇതാണ് പള്ളി. ഇത് ഹോട്ടൽ, ഈ ചെടിയുടെ അപ്പുറം നിൽക്കുന്ന ഹോട്ടൽ. ഇങ്ങനെ അപ്പം ഇനി മലയാളം മാസം കാണാൻ പോവാം. മലയാളം മാസമെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഈ കാണുന്ന ഇത്രയും വലിയ പള്ളിയിലെ സൗണ്ട് സിസ്റ്റം ഭയങ്കര വീക്കായിരുന്നു. കണ്ടില്ലേ, നല്ലൊരു ഏരിയയാണ് ഈ പള്ളി, പക്ഷേ സൗണ്ട് സിസ്റ്റം ഭയങ്കര വീക്കായിരുന്നു. എനിവേ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഇനി അങ്ങോട്ട് പോവാണ്. ഇന്നലെ പോവാത്ത 2 പള്ളി കൂടി ഉണ്ടെന്നാണ് പറയണത്. ഞാനൊരു 16 കൊല്ലം മുന്നാണ് ഞാനിവിടെ വേളാങ്കണ്ണി വന്നിട്ടുണ്ടായിരുന്നത്. അന്ന് ഈ പള്ളി ഉണ്ടായിരുന്നില്ല. എനിവേ നമ്മളിനി നേരെ പോകുന്നത് ആറ്റത്തുള്ള രാത്രി പള്ളിയുണ്ട്, മോളിലും പള്ളിയുണ്ട്. അപ്പോൾ ആ രണ്ടും കാണാനാണ് ഇന്നലെ ഫിലിം നടന്ന സ്ഥലമാണ് ഇത്, ഈ മണല്. പക്ഷേ ഈ പകലെ ആരും ഇവിടെ നടക്കണ കാണുന്നില്ല, നല്ല ചൂടാണ്. ഇത്ര പാപം ചെയ്തവരാരും വേളാങ്കണ്ണിക്ക് വരുന്നില്ല എന്ന് തോന്നുന്നു. എനിവേ നല്ല ചൂടാണ്. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം കാര്യങ്ങളൊക്കെ കുടിച്ചതിന് ശേഷം നടക്കുക എന്നുള്ള പരിപാടിയാണ്. അന്ന് അറ്റം വരെ നടക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് പള്ളിയിലെ കാഴ്ചകൾ കാണാം. വീണ്ടും നമ്മൾ സ്ട്രീറ്റിൻ്റെ കാഴ്ചകളിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇന്നലെ രാത്രി കണ്ട പോലെയല്ല, പകല് കുറച്ചുകൂടി കടകളൊക്കെ കൂടുതൽ ഓപ്പൺ ആയിരിക്കുന്നുണ്ട്. നേരെ ബീച്ചിലേക്കാണ്. ബീച്ചിൻ്റെ ഒരു വ്യൂ കൂടി കണ്ടതിന് ശേഷം നമുക്ക് തിരിച്ചു പോകാം.
ബീച്ച് ഏരിയ പകലും നല്ല ക്രൗഡാണ്, ആളുകളൊക്കെ ബീച്ചിലും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. എനിവേ ഞങ്ങൾ എന്തായാലും ബീച്ചിൽ ഇറങ്ങുന്നില്ല, ഞങ്ങൾ നേരെ ഈ കാഴ്ചകളൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടതിന് ശേഷം തിരിച്ച് പോകാനുള്ള പരിപാടിയാണ്. ഇത്രയും ആളുകൾക്കുള്ള ഒരുപാട് ആക്ടിവിറ്റീസിലൂടെ നടക്കുന്നുണ്ട്. ഇവിടുത്തെ കുറച്ച് സൈഡിൽ മീനൊക്കെ വറുത്ത് കൊടുക്കുന്നത്, നമ്മൾ പറഞ്ഞ ഫിഷ് ഒരു വറുത്ത് തരും, പൊറോട്ടയ്ക്കൊക്കെ അവിടെ തിരിച്ച് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ കടകളൊക്കെ നല്ല ബിസിയാണ്. ഇപ്പോൾ വെക്കേഷൻ ടൈം ആയതുകൊണ്ടും കൂടിയിട്ടാണ് നല്ല ബിസിയാണ് ഇവിടെയുള്ള ഓരോ കടകളും. അങ്ങനെ വേളാങ്കണ്ണി യാത്രയുടെ അവസാനമാണ്. ഞങ്ങൾ നേരെ വേളാങ്കണ്ണി സ്റ്റേഷനിലേക്കാണ്, ഈ ഓട്ടോയിലാണ് പോണത്. ഞങ്ങൾ തിരിച്ച് ഇവിടെ വന്നത് നാഗപട്ടണത്ത് നിന്ന് ഹോട്ടലുകാരുടെ വണ്ടിയിലാണ് വന്നത്. ഇപ്പോൾ നമ്മൾ വേളാങ്കണ്ണി സ്റ്റേഷനിൽ നിന്ന് നാഗപട്ടണത്തേക്ക് ട്രെയിൻ എടുത്ത് പോകുന്ന പരിപാടിയാണ്. ഇതാണ് വേളാങ്കണ്ണി സ്റ്റേഷൻ. കുറേ പേര് കണ്ടിട്ടുണ്ടാവും, പക്ഷേ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. നല്ല കിടിലനായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള സ്റ്റേഷനാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ വേളാങ്കണ്ണി യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വേളാങ്കണ്ണിയുടെ റെയിൽവേ സ്റ്റേഷനിലാണ് നിൽക്കുന്നത്. കിടിലൻ സ്റ്റേഷനാണ്, പള്ളി പോലെ തന്നെയാണ് പണിതിട്ടുള്ള സ്റ്റേഷൻ. ഇഷ്ടപ്പെട്ടു. ഇനി ഇവിടുന്ന് നിങ്ങൾ ട്രെയിൻ എടുത്ത് പാസഞ്ചർ എടുത്ത് നേരെ നാഗപട്ടണത്ത് നിന്ന് നേരെ എറണാകുളം എക്സ്പ്രസ്സിൽ നമ്മൾ തൃശ്ശൂർ പോകും. അപ്പോൾ ഇനി അടുത്തൊരു കിടിലൻ വീഡിയോയിൽ വരാം. എല്ലാവർക്കും ബൈ ബൈ.